അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇതാ ചൂരമീൻ, നമ്മളിവിടെയൊക്കെ സൂതമീൻ എന്നാണ് പറയട്ടെ, സൂത എന്നാണ് പറയട്ടെ. സൂത ചില സ്ഥലങ്ങൾ ഇതിന് ചൂര എന്നാണ്, ചൂരമീൻ എന്നാണ് പറയുന്നത്. ആ മീൻ കൊണ്ട് നമ്മൾക്കിതാ ഒരു അച്ചാറിട്ടിട്ട് ഉള്ള കാണിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മീൻ കറി വെച്ചാലൊന്നും ആർക്കും വേണാണ്ട് ഇഷ്ടാവില്ല. പിന്നെ ഫ്രൈ ചെയ്താലൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അച്ചാർ അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ചൂരമീൻ ഇതുപോലെ കട്ട് ചെയ്യണം. മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യില്ല, അതുപോലെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇക്കയാണ് ഇവിടെ മീൻ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. ഈ മീനിൻ്റെ തലയൊക്കെ ഒഴിവാക്കുക. തല, വാൽക്കഷ്ണം അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് ഈ അച്ചാറിലേക്ക് എടുക്കൂല. അതിൻ്റെ ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീൻ ഇത് 1 കിലോനിൽ 1.5 കിലോനൊക്കെ ഉണ്ടാവും ഈ ഒരു മീൻ. കട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയൊക്കെ വന്നപ്പോൾ, ക്ലീൻ ചെയ്ത് ശരിക്കൊണ്ട് വന്നപ്പോൾ 1 കിലോന് 1.25 കിലോന് അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾക്കൊന്ന് നല്ലൊന്ന് മസാല തേച്ച് വെക്കണം. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നല്ല മസാലകളൊക്കെ നമ്മൾക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയിലേക്ക് ആവശ്യമായിട്ട് ഇതാ 2.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂണ്, കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നല്ല പോലെ ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ മുളക് പൊടി വേറെ ഇടുന്നുണ്ട്, അപ്പോൾ അത് എരിവ് കൂടിപ്പോവരുത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി നമ്മൾക്ക് എത്ര എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതാ നല്ല ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾക്കിത് നമ്മളെ ഈ ചൂരമീനുണ്ടല്ലോ അതിലൊന്ന് നല്ല തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. ആ മീനിലൊക്കെ നല്ലൊന്ന് മസാല പിടിക്കുള്ളൂ. ഒരു അരമണിക്കൂർ നമ്മൾക്കിതിൽ വെക്കണം. ഞാൻ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരെ എന്താ പറയുക, കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ കേട്ടിട്ട് നമ്മളോട് നേരിട്ടിട്ട് തന്നെ ഇങ്ങനെ തുറന്ന് ഓരോരുത്തർ ഓരോന്ന് പറയും. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളുടെ വീട്ടിലൊരു കസിന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഇങ്ങനെ ഹലോ ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സംസാരമൊക്കെയാണ്. അപ്പോൾ ഞാൻ നല്ലതിൽ തന്നെ അങ്ങനെ ഓരോന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, കാണലില്ലേ, വീഡിയോ ഒക്കെ കാണലില്ലേ, പിന്നെ എല്ലാ വീഡിയോ കണ്ട് സപ്പോർട്ട് വേണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളൊന്നും അതൊന്നും കാണലില്ല, കണ്ട ആ സ്പോട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ, ഭയങ്കര വിഷമമായി. ഇപ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ പറയുമ്പോൾ, പക്ഷേ നമ്മൾ അങ്ങനെ ആരും അങ്ങനെ എന്താ പറയുക, കുറേ നമ്മൾക്കങ്ങനെ വേദനകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ പലരും ഒറ്റപ്പെടുത്തുക അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും യൂട്യൂബ് ഏതായാലും തുടങ്ങിയില്ല, ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് പിന്മാറാനുള്ളൊരു ഉദ്ദേശമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, എനിക്ക് ചെറിയൊരു വിഷമം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അതാ നമ്മളെ ഫിഷൊക്കെ നല്ല മസാല തെച്ചി മസാലയൊക്കെ അതിൽ പിടിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചൂരമീനൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾക്ക് ആദ്യം എടുക്കണം അച്ചാറിടാൻ. നമ്മൾക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ അയൽവാസിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും നമ്മളെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതിൽ കുറച്ച് ചിലർ മാത്രം നമ്മളിങ്ങനെ നമ്മളങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ അവർ ആലോചിക്കണില്ല, നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിഷമിക്കും എന്നുള്ളത് അവരറിയണില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അപ്പോൾ നല്ലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അത് നമ്മളെ ഫിഷൊക്കെ നല്ല പോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മളതിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ ആ എണ്ണ ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ അതിൽ വേണം ഈ കടുകൊക്കെ പൊട്ടിച്ചെടുക്കാൻ. ഞാൻ പിന്നെ ഇത് ഈ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ അവരെ മുഖത്ത് നോക്കി പറയരുത് അല്ലേ. നമ്മൾക്ക് ആരോടായാലും അവർ വിഷമിക്കുക, അവർക്കൊരു വിഷമം തോന്നും, അങ്ങനെയുള്ളത് കരുതിയിട്ട് എന്തായാലും എല്ലാവരും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ എത്രത്തോളം വിഷമിക്കൂ എന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. ഞാൻ അന്ന് ഒരുപാട് ഞാൻ നല്ല ഇതിലിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു വാക്ക് കൊണ്ട് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. നല്ല വിഷമം ഉണ്ടായിട്ടാ. പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരോടും എന്താ പറയുക, നമ്മളെ ഇതാക്കുന്നവരോടൊക്കെ എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പിന്നെ നമ്മളെ എല്ലായിടത്തും പോകുമ്പോൾ വിളിക്കുക അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർ ഇതിൽ പെടും എന്നുള്ളത് വിചാരിച്ചിട്ടാണ് എന്താണോ നമ്മളങ്ങനെ ഒറ്റപ്പെടുത്തുന്നതൊക്കെ. എന്തായാലും കുഴപ്പമില്ലേനൊന്നും. ഇപ്പോൾ ഇതാ നമ്മളെ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇതാ വെളുത്തുള്ളി കുറച്ചിട്ട് ഒരു 100 ഗ്രാമോളം വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ നമ്മൾ ഈ എണ്ണയിലിട്ട് നല്ലൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു വലിയൊരു പീസ് ഇഞ്ചി കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ ഇഞ്ചി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കും. നല്ലെണ്ണയാണ് കേട്ടോ, ഓയിലും വെളിച്ചെണ്ണ ഒന്നുമില്ല, എണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ 2 പച്ചമുളക് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില. പച്ചമുളകൊക്കെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് നമ്മൾക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് നമ്മൾക്ക് വഴന്ന് കിട്ടട്ടെ. വെളുത്തുള്ളി കുറേ വേണം കേട്ടോ. വെളുത്തുള്ളി നല്ല ധാരാളം ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി വേണം കേട്ടോ. അതിൽ ഞാൻ സാധാ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾക്ക് നല്ല ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയാണ് നമ്മൾക്ക് വേണ്ടത്. കാരണം നമ്മൾ ഈ സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവ് കൂടും. അപ്പോൾ നല്ല ഗ്രേവി വേണം എന്നുള്ളതാണെങ്കിൽ നമ്മൾക്ക് കാശ്മീരി ചില്ലി തന്നെ വേണം. ഞാൻ കുറച്ചൊരു ഇത് ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുത്ത്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതിപ്പോൾ ഒരു 1/2 സ്പൂണ് കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ മീനിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ. ഞാനിപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതൊക്കെ നല്ലൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി എല്ലാതും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഫിഷ് ഉണ്ടല്ലോ, ചൂരമീൻ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ ഫ്രൈ ചെയ്ത് വെച്ച മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിതാ ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ആ മുളക് പൊടി വെളുത്തുള്ളിയിലൊക്കെ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ 1 സ്പൂണോ 2 സ്പൂണോ പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ ഇത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല കട്ടിയിൽ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ വല്ലാണ്ട് ഗ്രേവി ഇല്ല, ഒരു ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അച്ചാർ ഇട്ടിട്ട് ചോറിലേക്ക് ഇത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഗ്രേവി ഇല്ല എന്നിങ്ങനെ തോന്നിയപ്പോൾ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മളെ അച്ചാറൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമ്മൾക്ക് വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മൾക്ക്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾക്ക് 4000 വാച്ച് അവർ ആവാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത്. പിന്നെ അത് ലൈവൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു വർഷം ആകുമ്പോഴത്തേന് തന്നെ നമ്മൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവണമായിരുന്നു. അപ്പോൾ വാച്ച് അവർ 4000 വാച്ച് അവറും കംപ്ലീറ്റായി. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ എന്താണെന്നറിയില്ല, നമ്മളിങ്ങനെ വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക, അത് ഓരോരുത്തർക്ക് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കുത്തി നമ്മളങ്ങനെ നോവിക്കുമ്പോൾ എന്താ പറയുക, അവരെ സന്തോഷം. പക്ഷേ അത് നമ്മൾക്ക് എത്രത്തോളം വിഷമം ആവും എന്നുള്ളത് അവരാരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല ഒരു വീഡിയോ ആയിട്ട് തന്നെ വരണ്ട്. അങ്ങനെ പറയാൻ ഇതിപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും കേട്ടിട്ട്. പിന്നെ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഞാനിതാ കുറച്ച് മുന്നേ ഒരു എന്താ പറയുക, എന്താണ്
മാങ്ങ അച്ചാറുണ്ട്, അച്ചാർ കമ്പനിയിലൊരു മാങ്ങ അച്ചാർ ഇട്ട അത് ഞാൻ എന്തെങ്കിലും ഇട്ടിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു ഞാൻ എല്ലാവരും ഇങ്ങനെ ഒരുപോലെയെന്ന് ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾക്ക് സപ്പോർട്ട് നമ്മളെ ഫാമിലിയിലും അതുപോലെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് പേര് നമ്മൾക്ക് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതിനേക്കാളും കൂടുതൽ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.